പരിശുദ്ധ പരമദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. ഇന്ന് ഏപ്രിൽ മാസം 16-ാം തീയതി വ്യാഴാഴ്ച. പുതിയൊരു പ്രഭാതം നൽകി നമ്മെ അനുഗ്രഹിക്കുന്ന നല്ല തമ്പുരാന് നന്ദി പറയാം. പൂർണ്ണമായും ഇന്ന് അവിടത്തേക്ക് കീഴ്പ്പെട്ട് ജീവിക്കുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. എല്ലാ പ്രവർത്തന മേഖലകളെയും അവിടുത്തെ കാരുണ്യത്തിന് മുമ്പിലേക്ക് സമർപ്പിക്കാം. മത്തായി സുവിശേഷം 15-ാം അധ്യായം 22-ാം വചനം ഇന്ന് ധ്യാനിക്കാം. അപ്പോൾ ആ പ്രദേശത്ത് നിന്ന് ഒരു കാനാൻകാരി വന്ന് കരഞ്ഞപേക്ഷിച്ചു, കർത്താവേ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ. എൻ്റെ മകളെ പിശാച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു. രണ്ട് കാര്യങ്ങൾ ഇന്ന് പ്രത്യേകം നമുക്ക് ധ്യാനിക്കാം. ഒന്നാമതായി, യേശുവിനെ ആ വിജാതീയ സ്ത്രീ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവൾ അവിടുത്തെ ദാവീദിൻ്റെ പുത്ര എന്ന് വിളിക്കുന്നത്. ഈ അവബോധമാണ് സൗഖ്യം നേടിയെടുക്കുന്നത് വരെ പിടിച്ചു നിൽക്കാൻ അവളെ ശക്തിപ്പെടുത്തിയത്. രണ്ടാമതായി, മകളെ സുഖമാക്കണമേ എന്നല്ല, തന്നിൽ കനിയണമേ എന്നാണ് അവൾ പ്രാർത്ഥിച്ചത്. മാതാപിതാക്കന്മാരുടെ വിശുദ്ധീകരണം മക്കൾക്ക് സൗഖ്യമായി തീരും എന്ന് ഈ വിജാതീയ സ്ത്രീ നമ്മെ പഠിപ്പിക്കുകയാണ്. നമ്മുടെ മുമ്പിൽ വലിയ വെല്ലുവിളി ഉയർത്തുകയാണ് വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഇന്ന് ഈ സ്ത്രീ. നമുക്ക് അവളെക്കാളും വിശ്വാസമുള്ളവളായി മാറണം. കർത്താവെ, ഓരോ ദിവസവും അങ്ങയിലുള്ള വിശ്വാസത്തിൽ കൂടുതൽ ആഴപ്പെട്ട് സൗഖ്യവും സന്തോഷവും നേടിയെടുക്കുന്നവരാകാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.